നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്ന ആവശ്യവുമായി ഭർത്താവ് CPM നേതൃത്വത്തെ സമീപിച്ചു. സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിയും ആറന്മുള MLAയുമായ വീണ ജോർജിനെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്ന ആവശ്യവുമായി ഭർത്താവ് ജോർജ് ജോസഫാണ് CPM നേതൃത്വത്തെ സമീപിച്ചത്. തിങ്കളാഴ്ച ചേർന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് രാഷ്ട്രീയ വൃത്തങ്ങളെ ഞെട്ടിച്ച വിവരം പുറത്തുവന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന ആവശ്യം CPM നേതൃത്വത്തിന് മുന്നിലെത്തിയ സാഹചര്യവും ജോർജ് ജോസഫ് വിശദീകരിക്കുന്നുണ്ട്. ഭർത്താവ് ജോർജ് ജോസഫ് ഉന്നയിച്ച ആവശ്യം തികച്ചും വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ കാരണങ്ങൾ മുൻനിർത്തിയാണെന്നാണ് സൂചന. വീണ ജോർജിന്റെ രാഷ്ട്രീയ തിരക്കുകൾ കുടുംബജീവിതത്തെ ബാധിക്കുന്നു എന്നതോ അല്ലെങ്കിൽ സമാനമായ മറ്റു ആഭ്യന്തര കാര്യങ്ങളോ ആകാം ഇത്തരമൊരു നിലപാടിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്നാണ് കരുതേണ്ടത്. ഓർത്തഡോക്സ് സഭയുടെ മുൻ സെക്രട്ടറി എന്ന നിലയിൽ സാമൂഹിക സാമുദായിക മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് ജോർജ് ജോസഫ്. അദ്ദേഹം കേവലം ഒരു കത്ത് നൽകി ഒരാളോട് പറയുകയല്ല ചെയ്തത്, മറിച്ച് പാർട്ടിയുടെ ഏരിയ തലത്തിലുള്ള നേതാക്കൾ മുതൽ ജില്ലാ സംസ്ഥാന നേതാക്കളെ വരെ നേരിട്ടും ഫോണിലൂടെയും ബന്ധപ്പെട്ട് തന്റെ ആവശ്യം ശക്തമായി അറിയിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. ഈ വിഷയം ഔദ്യോഗികമായി ചർച്ചാ വിഷയമായത് തിങ്കളാഴ്ച ചേർന്ന CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ്. ഈ യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് മുൻ മന്ത്രിയും നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് ആയിരുന്നു. താഴെത്തട്ടിലുള്ള നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അദ്ദേഹം ഗൗരവത്തോടെ കാണുകയും ഇത് വെറുമൊരു കുടുംബ സംസാരമല്ല, മറിച്ച് രാഷ്ട്രീയമായി ബാധിക്കുന്ന കാര്യമാണ് തിരിച്ചറിഞ്ഞ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്യുകയുമായിരുന്നു. ഒരു സിറ്റിംഗ് MLAയുടെയും മന്ത്രിയുടെയും കാര്യമായതിനാൽ പ്രാദേശിക ഘടകങ്ങൾക്ക് ഇതിൽ തീരുമാനമെടുക്കാനും പരിമിതികളുണ്ട്. വീണ ജോർജ് നിലവിൽ CPM സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് എന്ന പദവി വഹിക്കുന്ന നേതാവാണ്. പാർട്ടിയുടെ കീഴ്വഴക്കം അനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിയിലോ അതിന് മുകളിലുള്ള നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് സംസ്ഥാന നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ ആറന്മുള മണ്ഡലത്തിൽ വീണയുടെ പേര് ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും ഭർത്താവ് ഉന്നയിച്ച ഈ പുതിയ തടസ്സം പരിഗണിക്കേണ്ടത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞു. ഉടൻ തന്നെ സംസ്ഥാന നേതൃത്വം വീണ ജോർജിനോടും ഭർത്താവിനോടും നേരിട്ട് സംസാരിച്ച് വിഷയത്തിലെ നിജസ്ഥിതി ബോധ്യപ്പെടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ആറന്മുളയിലെ സിറ്റിംഗ് MLAയായ വീണ ജോർജിനെ അവിടെ വീണ്ടും മത്സരിപ്പിക്കാനായിരുന്നു CPM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ജില്ലാ കമ്മിറ്റി വീണയുടെ പേര് മാത്രമേ ശുപാർശ ചെയ്തിട്ടുള്ളൂ. 2016 പുതുമുഖ സ്ഥാനാർത്ഥിയായിട്ടാണ് മാധ്യമപ്രവർത്തകയായിരുന്ന വീണ CPM ചിഹ്നത്തിൽ ആറന്മുളയിൽ മത്സരിക്കുന്നത്. 2021 ജയം ആവർത്തിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും ജയിക്കാൻ വീണയ്ക്ക് സാധിച്ചിരുന്നില്ല. ജോർജിൽ നിന്ന് ഇത്തരമൊരു ആവശ്യമുണ്ടായത് CPMൽ എന്തായാലും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ വീണ പത്തനംതിട്ട കൊടുമണ്ണിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. ഈ ഘട്ടത്തിലാണ് ഭർത്താവിന്റെ ആവശ്യം. എന്തായാലും വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് CPM നേതൃത്വത്തിന് മുൻപാകെ വീണ ജോർജിനെ ഇനി മത്സരിപ്പിക്കരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. വ്യക്തിപരമായ കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇതിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. വീണ ജോർജിനെ മത്സരിപ്പിക്കാനായിരുന്നു CPMന്റെ തീരുമാനം. എന്നാൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഘട്ടത്തിൽ ഭർത്താവിന് ഇത്തരത്തിലൊരു നീക്കം അത് പ്രതിസന്ധിയാണ്. സിറ്റിംഗ് MLAയാണ്, മന്ത്രിയാണ്. മത്സരത്തിൽ നിന്നും അവരെ മാറ്റുന്ന ഒരു സാഹചര്യം എന്തായാലും